നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അങ്ങനെ ഹോം നഴ്സിന് വെക്കേണ്ട കാര്യമൊന്നും ഇല്ല മോളെ. എന്റെ ഭർത്താവ് 24 മണിക്കൂറും ഹോം നേഴ്സ് ആയിട്ട് എന്റെ കൂടെ തന്നെ ഉണ്ട്. ചിലപ്പോഴൊക്കെ എന്നെ കുളിപ്പിക്കാനും കൂടും. ഒരു വൺ സൈഡ് ലവ്. വൺ സൈഡ് ടു ആക്കാനാണോ മോന് പ്രയാസം? ആർക്കാ മോനെ ഇഷ്ടപ്പെടാത്ത? സുന്ദരനല്ലേ? ആ അവൾക്കും ഇഷ്ടാ. പക്ഷേ തുറന്നങ്ങോട്ട് സമ്മതിക്കുന്നില്ല. എപ്പ കണ്ടാലും ചാടി കടിക്കാൻ വരിക. അതെ, ചില പെണ്ണുങ്ങൾ അങ്ങനെയാ. ഇഷ്ടം ഉള്ളിൽ ഒതുക്കിയിട്ട് ദേഷ്യം കാണിക്കുന്നത് പോലെ പെരുമാറും. അത് ഒരു പരീക്ഷണ ഘട്ടമാ. ഈ ആണുങ്ങളുടെ ക്ഷമ പരീക്ഷിക്കല്. അതിൽ നിന്നൊന്നും പിന്മാറാതെ മുന്നോട്ട് വീണ്ടും പ്രണയം തുടർന്ന പിന്നെ അവരുണ്ടല്ലോ, വിടാതെ കൂടെ ചേർത്തങ്ങ് നിർത്തും. മോനെ, സ്ട്രോങ് ആയിട്ട് ആ പെണ്ണിനെ തന്നെ അങ്ങ് പിടിച്ചു. എന്ത് സഹായത്തിനും ഈ മുത്തശ്ശി കൂടെ കാണും. താങ്ക് യു മുത്തശ്ശി, താങ്ക് യു. വെൽക്കം വെൽക്കം. മോനോ എപ്പോ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളൂ. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഒന്നും വേണ്ട ചന്ദ്രികാമ്മേ. ചന്ദ്രികാമ്മയോ? ആ, അങ്ങനെ വിളിച്ചാ ഞങ്ങള് പരിചയം തുടങ്ങിയത്. തൽക്കാലം അങ്ങനെ പോട്ടെ. ജഗനൊരു അമ്മാവനാവാൻ പോവല്ലേ? കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ആ, സെയിം ടു യു. താങ്ക് യു. ചന്ദ്രികാമ്മയും ഒരു കുഞ്ഞിന്റെ കൂടി അച്ഛമ്മയാവാൻ പോകുന്നു. ഇതെന്താ മോനെ കവറില്? ആ, അത് ഹരിതയ്ക്കുള്ള ഗിഫ്റ്റുകളും അവൾക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞിനുള്ള കളിപ്പാട്ടങ്ങളോ. കളിപ്പാട്ടങ്ങളോ? നല്ല കാര്യമായി. കുഞ്ഞു പറക്കാൻ ഇനി നാളെത്ര വേണം? ഇപ്പോഴേ ഇതൊക്കെ വാങ്ങിച്ചു വെച്ചാ കുഞ്ഞുണ്ടാകുമ്പോ അത് ഓൾഡ് ഫാഷൻ ആയി പോകും. അതെ, ഒരു അമ്മാവനാവാൻ പോകുന്ന സന്തോഷത്തില് മതി മറന്ന് ദിയമോൾക്ക് കൂടി കുറച്ച് കളിപ്പാട്ടങ്ങൾ കരുതിയിട്ടുണ്ട്. ആ, പിന്നെ മുത്തശ്ശിക്കുണ്ട് ഒരു ഗിഫ്റ്റ്. എനിക്കോ? ആ, ഇതെന്തോ? മുത്തശ്ശിക്ക് മുറുക്കുന്ന ശീലം ഉണ്ടല്ലോ. അടക്കയും പുകയിലും ഒക്കെ നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വെറ്റിലയും ചുണ്ണാമ്പും എല്ലാം ഉണ്ട്. മോനെ, ഞാനേ ഇപ്പൊ അങ്ങനെ മുറുക്കാറൊന്നുമില്ല. ഈ കൂടെ കൂടെ തുപ്പാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാ. അല്ല, ഇവിടെ കോളാമ്പി ഇല്ലേ? അതൊന്നുമില്ല. എന്നാ ഇനി വരുമ്പോഴേ ഒരു അടിപൊളി കോളാമ്പിയോട് വാങ്ങിക്കൊണ്ടുവരാം. അയ്യോ, അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. ഈ കോളാമ്പിയും തുപ്പലും ഒന്നും ഇവിടുത്തെ പ്രകാശന് ഇഷ്ടപ്പെടത്തില്ല. അതാ. അളിയ, അല്ല, ഇവിടെ ഉണ്ടായിരുന്നോ? ഇന്ന് പുറത്തോട്ടൊന്നും പോയില്ലേ? എവിടെ പോകാനാ? ഹരിതയെ ഓഫീസിൽ കൊണ്ടുവരുന്നതായിരുന്നു പ്രധാന പണി. ഹരിത ലീവായതിനാൽ അതും ഒഴിവായി. ഒക്കെ ശരിയാവും അളിയ. എന്നാ ഞാൻ ഹരിത ഒന്ന് കണ്ടിട്ട് വരാം. അകത്തോട്ട്. എന്റെ ബിസിനസിന്റെ കാര്യം ജഗനോടൊന്ന് പറയായിരുന്നു. നാണം കെട്ടവന്റെ ആസനത്തിൽ എന്നെ കൊണ്ടൊന്നും പറയിക്കില്ല കേട്ടോ. അങ്ങനെ ഹോം നഴ്സിന് വെക്കേണ്ട കാര്യമൊന്നും ഇല്ല മോളെ. എന്റെ ഭർത്താവ് 24 മണിക്കൂറും ഹോം നേഴ്സ് ആയിട്ട് എന്റെ കൂടെ തന്നെ ഉണ്ട്. ചിലപ്പോഴൊക്കെ എന്നെ കുളിപ്പിക്കാനും കൂടും. ആ, അതന്നെ. മനോജ് ആള് ഭയങ്കര റൊമാൻറ്റിക്കാ. എടി, നിന്റെ പറമ്പില് റംബൂട്ടാനുണ്ടല്ലോടി, പൊളിഞ്ചിക്കയില്ലേ? ഞാൻ മനോജിനെ അങ്ങോട്ട് അയക്കാം. അത് രണ്ടും കൊടുത്തയക്കണം. അയ്യോ, ഒന്നും ആയില്ലടി.
സ്റ്റാർട്ടപ്പ് ബിസിനസ് എന്നൊക്കെ പറഞ്ഞ് തേരാ പാര നടപ്പ് തുടരുന്നു. എന്തോ എന്റെ അച്ഛന്റെ കാര്യമാണോ നീ പറയുന്നത്? എന്നെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയതിന്റെ കലിപ്പ് അച്ഛന് ഇതുവരെ തീർന്നിട്ടില്ല. പ്രസവമൊക്കെ ഒന്ന് കഴിയട്ടെ. കുറുപ്പിനെ വരച്ച വരയിൽ നിർത്തി മനോജിന്റെ പ്രോബ്ലംസ് ഞാൻ പരിഹരിക്കും. ഓക്കേടി, ശരി. ഗർഭിണി ആയതേ ഉള്ളൂ. തന്തപ്പടിയെ വരച്ച വരയിൽ നിർത്താനുള്ള ചോക്കൊക്കെ ഇവിടെ കരുതി കഴിഞ്ഞു. അല്ലെങ്കിൽ ഈ പെമ്പിള്ളേരൊക്കെ ഇങ്ങനെയാണ് മനോജളിയ. ഭർത്താവായി കഴിഞ്ഞാൽ പിന്നെ അച്ഛനമ്മമാരെ എങ്ങനെ കമഴ്ത്തി അടിക്കാന്നുള്ള ചിന്തയാ. അയ്യോ അളിയ, തെറ്റിദ്ധരിക്കരുത്. ഇതൊക്കെ ഹരിതയുടെ സ്വന്തം ചിന്തകളാ. കുറുപ്പച്ചനെ കൊണ്ട് സാമ്പത്തികം ചെയ്യിക്കണമെന്ന് ഞാൻ ഇതുവരെ ഹരിതയോട് പറഞ്ഞിട്ടേയില്ല. അതും സമയമാവുമ്പോ പറഞ്ഞിരിക്കണം. സ്നേഹിക്കുന്ന പെണ്ണിനെ തന്നെ സ്വന്തമാക്കണം എന്നുള്ള തീരുമാനം മനോജളിന് തോന്നിയല്ലോ. അതൊരു വലിയ ഗുണമാണ്. സ്നേഹിക്കുന്ന പെണ്ണിനെ തന്നെ സ്വന്തമാക്കണം എന്നുള്ള തീരുമാനം എനിക്കുമുണ്ട്. ഏട്ടാ, അങ്ങനെ തോന്നാൻ ഏട്ടൻ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? ഏയ്, അതൊന്നുമില്ല. അല്ല, അഥവാ എനിക്ക് ആരോടെങ്കിലും സ്നേഹം തോന്നിയാലുള്ള കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പെങ്ങളെ, എനിക്ക് നിന്നെ വല്ലാതെ മിസ്സാവുന്നൊരു തോന്നൽ. അതുകൊണ്ടാ കുറെ ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊണ്ട് ഇങ്ങോട്ട് വന്നത്. എപ്പോഴും സഹോദരി കാണണമെന്ന ഒരുതരം ഹോം സിക്നെസ്. അതിനെന്താ, അളിയനെ എപ്പ വേണമെങ്കിലും വന്ന് സഹോദരിയെ കാണാലോ. അപ്പോ എനിക്ക് എന്റെ അനന്തരവനെ വേണ്ടുവോളം സ്നേഹിക്കാനും കൊഞ്ചിക്കാനും ഒക്കെ ഉള്ള സമയം കിട്ടുമെന്നർത്ഥം. അനന്തരവനാണെന്ന് തീരുമാനിച്ചോ? അനന്തരവനായിക്കൂടെ? ഹരിതേ, ആദ്യത്തെ കൺമണി ആണായിരിക്കണം, അച്ഛനെ പോലെ ഇരിക്കണം എന്നല്ലേ ഏതമ്മമാരുടെ ആഗ്രഹം? പെങ്ങളുടെ ആഗ്രഹവും അത് തന്നെയല്ലേ? പിറക്കാൻ പോകുന്ന കുഞ്ഞു ഓമനത്വവും സർവ്വ ഗുണങ്ങളും ഉള്ള ആൺകുഞ്ഞ് തന്നെയായിരിക്കും. അങ്ങനെ ചിന്തിക്കുന്ന തന്നെ തെറ്റായിട്ടാ. ആണായാലും പെണ്ണായാലും ദൈവം തരുന്നത് സന്തോഷത്തോടെ സ്വീകരിക്കണം. പറഞ്ഞത് നേരെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.